ഓക്കെ ഗേസ്, നമ്മുടെ സിറ്റിയിൽ എങ്ങനെ ഒരു പുതിയ സെലിബ്രിറ്റി ഒക്കെ വന്നേക്കാണ് കേട്ടാ. അത് വേറെ ആരൊന്നുമല്ല, നമ്മുടെ കാരിമിനാട്ടിയാ. കാരിമിനാട്ടി ആരാന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും. അയാളിപ്പോൾ നമ്മുടെ സിറ്റിയിൽ വന്നേക്കാ. അയാളിപ്പോൾ എന്തിനാ നമ്മുടെ സിറ്റിയിൽ വന്നേന്ന് അതെനിക്കറിയില്ല കേട്ടാ. എന്തോ ഒരു ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നേ. അതിപ്പോൾ എന്താന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അയാൾ പക്ഷേ ഒരു കാറിലാണ് വന്നേക്കണ്. ബസ്സിലാ, ട്രെയിനിലാ, ഫ്ലൈറ്റിലാ, അതിലൊന്നുമല്ല, ഒരു കാറിലാണ് വന്നേക്കണ്. അത് പക്ഷെ സാധാരണ ഒരു കാറില്ല, അതൊരു ഗോൾഡൻ കാറാ. അത് ഏതാ കാറെന്ന് എനിക്കറിയില്ല ഏട്ടാ, പക്ഷെ അതൊരു ഗോൾഡൻ കാറാ. ഇത് കേട്ടപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം ആലോചിച്ചു. നമുക്ക് ആ കാറിങ്ങ് നൈസായിട്ട് അടിച്ചു മാറ്റാം. ആ, വണ്ടികൾ അടിച്ചു മാറ്റുക അത് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാ. വണ്ടികൾ അടിച്ചു മാറ്റിയിട്ട് അത് വിറ്റിട്ട് വേണം നമുക്ക് കുറേ ക്യാഷൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ആ കാറിങ്ങ് അടിച്ചു മാറ്റാനായിട്ട്. സംഭവം ഇച്ചിരി റിസ്ക് ഉള്ള പണിയാ, കാരണം അതൊരു സെലിബ്രിറ്റിയാണ്. കൂടെ എന്തായാലും ബോഡി ഗാർഡ്സ് ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ കാറിങ്ങ് അടിച്ചു മാറ്റാം. അതിപ്പോൾ ഏത് കാറായാലും കുഴപ്പമില്ല. Meanwhile, ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതാണ് എൻ്റെ പുതിയ കാറ്. ഇത് ഏതാ കാറെന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടോ? ഇതാ മറ്റേ BMW M3 നൈസ് കാറാണ് കേട്ടാ. ഇത് പിന്നെ സാധാരണ കാറല്ല, ഇതൊരു ഗോൾഡൻ കാറാ. അതുകൊണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവാ. ഞാനാണ് ഈ കാറ് സ്വന്തമാക്കിയത്. ഞാൻ പിന്നെ ഈ കാറിൻ്റെ ഡെലിവറി എടുക്കാനാ ഈ സിറ്റിയിൽ വന്നേ. കാരണം ഈ സിറ്റിയിലാണ് BMW ഷോറൂമുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്ന് ആ കാറങ്ങ് മേടിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇത് നൈസ് കാറാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ കാറിന് ഭയങ്കര സ്പീഡാ. സ്പീഡിൽ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഞാൻ പിന്നെ അധികം സ്പീഡിൽ പോണില്ല. ഇത് പിന്നെ ഗോൾഡൻ കാറാ, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചാലേ പണിപ്പാളും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കണില്ല, നമുക്ക് പതുക്കെ പോയാൽ മതി. ഞാൻ പിന്നെ ഈ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കണേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇന്ന് പിന്നെ രാത്രി ഒരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്, ഒരു VIP പാർട്ടിയാ. ഞാനിപ്പോൾ ഏതായാലും ആ പാർട്ടിക്ക് പോവുന്നുണ്ട്. എനിക്ക് പിന്നെ ഈ ഒരു കാറുണ്ടല്ലോ, നമുക്ക് ഈ കാറും കൊണ്ട് ആ പാർട്ടിക്ക് പോവാം. 4 ആള് എൻ്റെ വണ്ടി ഒന്ന് കാണട്ടെ. എല്ലാവരും വിചാരിച്ചതേ എൻ്റെ കയ്യിൽ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ എന്ന്, വേറെ വണ്ടിയൊന്നും ഇല്ലാന്ന്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു വണ്ടിയുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഈ വണ്ടി എടുത്തിട്ട് നേരെ പാർട്ടിക്ക് പോവാം. 6 hours later. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ രാത്രി ആയിക്കാണ് കേട്ടാ. ഞാൻ പിന്നെ രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ പിന്നെ മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തലയിൽ ഒരു വിഗും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ ഒരാളും തിരിച്ചറിയില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇത് പിന്നെ നല്ല സമയമാണ്, നമുക്ക് പോയിട്ട് ആ കാറിങ് അടിച്ചു മാറ്റാം. കാരിമിനാട്ടി പിന്നെ ഏതൊരു ഫ്ലാറ്റിലാണ് താമസിക്കണേ. ആ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിലും ആ വണ്ടി ഉണ്ടാവുക. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ ഫ്ലാറ്റിലേക്ക് പോവാം. കാരിമിനാട്ടി പിന്നെ ഏത് ഫ്ലാറ്റിലാണോ താമസിക്കണേ? ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഇഷ്ടം പോലെ ഫ്ലാറ്റ് ഉണ്ട്. നമുക്കപ്പോൾ അതും കൂടി നോക്കണം. ആ കാറ് പിന്നെ ഗോൾഡൻ കാറാ, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഗോൾഡൻ കാർ എവിടെയുള്ളത്? നമുക്ക് ആ കാറിങ് അടിച്ചു മാറ്റാം, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, എനിക്കവിടെ ഒരു കാറൊക്കെ കാണാണ്ട്. അത് ഒരു ഗോൾഡൻ കാറാ. ഇത് ഏതാ കാറ്? ഇത് BMW കാറല്ലേ? നമുക്ക് ഈ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്യാം. ആ, ഇത് പിന്നെ അടിച്ചു മാറ്റി സൈക്കിളാ, ഇത് വേറെ ആരെങ്കിലും എടുത്തോട്ടെ. ഈ കാർ നോക്കിയേ, ഇത് BMW കാറാ. ഇത് BMW M3 ഈ ഭാഗത്ത് എനിക്ക് ആരെയും കാണാനില്ല ഏട്ടാ, ഗാർഡ്സിനെ ഒന്നും കാണാനില്ല. ഇതപ്പോൾ നല്ല സമയമാ, നമുക്ക് ഈ കാറിങ് അടിച്ചു മാറ്റി വേഗം സ്ഥലം വിടാം. ലെറ്റ്സ് ഗോ. 20 minutes later. ഓയ് ബല്ലേ ബല്ലേ, ഇവിടെ ഇങ്ങനെ രാത്രി ആയിക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ പാർട്ടിക്ക് പോവാം. അല്ല, എൻ്റെ വണ്ടി അവിടെ? എൻ്റെ വണ്ടി കാണാനില്ല, ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അബേ, मेरा गाड़ी चोरी हो गया. किसने चुराए मेरा गाड़ी? नहीं छोड़ूंगा, उसकी आंसी की तांसी. अबे सामने आजा, किसने मेरा गाड़ी चुराई? ആരാണോ എൻ്റെ വണ്ടി അടിച്ചു മാറ്റിയേ?
അവനെ ഞാൻ നഹി ചോടുങ്ക. मैं अभी पुलिस को फोन करता हूँ. A few moments later. ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ വണ്ടിയൊക്കെ അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇക്കാര്യം പോലീസുകാരെ അറിഞ്ഞു. എനിക്ക് തോന്നണതേ കാരിമിനാട്ടി പോലീസുകാരെ വിളിച്ചു എന്നാ. ആ നമ്പറെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, വണ്ടിയുടെ നമ്പറേ. പോലീസുകാർക്കപ്പോൾ മനസ്സിലായി വണ്ടി എവിടെ ഉള്ളതെന്ന്. ഇപ്പോൾ എല്ലാവരും എൻ്റെ പിന്നാലെയാ. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം. എനിക്കിവിടെ ഒരു സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയേ. എങ്ങോട്ടേക്ക് പോവാ? ഈ വണ്ടിയുമ്പോൾ പിന്നെ ഒരു സ്ക്രാച്ച് പോലും വരാൻ പാടില്ല. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പണിപ്പാളും. കാരണം ഈ കാറ് ഭയങ്കര എക്സ്പെൻസീവാ. അതുകൊണ്ട് നോക്കി ഇങ്ങോട്ട് വേണം ഈ കാറ് കൊണ്ടുപോകാനായിട്ട്. എനിക്ക് പിന്നെ ഈ കാറില്ലേ, ഇത് വിൽക്കാനുള്ളതാ. അതുകൊണ്ട് ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ആരും ഈ കാറ് മേടിക്കില്ല. അതിപ്പോൾ ഗോൾഡൻ കാറായാലും. നമുക്കപ്പോൾ എങ്ങോട്ടേക്ക് പോവാ? പോലീസിൻ്റെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാ? ഒരു മിനിറ്റ്, നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. ഇനിയിപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. എന്തൊക്കെ പറഞ്ഞാലും ഇത് നൈസ് കാറാണ് കേട്ടാ. BMW കാർ പിന്നെ നൈസാ. അതിപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാറും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ഈ കാറ് സേഫായിട്ട് പാർക്ക് ചെയ്യാം. ഈ കാറ് ഞാനാണ് അടിച്ചു മാറ്റിയെന്ന് ഇവിടെ ഒരാൾക്കും മനസ്സിലായില്ല. കാരണം ഞാൻ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല എൻ്റെ തലയിൽ വിഗും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നേക്കാണ്. ഈ കാറ് നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. എവിടെ പാർക്ക് ചെയ്യുക? വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ വീടിൻ്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷനാ. അത് റിസ്ക്കാണ്. നമുക്കപ്പോൾ വീടിൻ്റെ ബാക്കിൽ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമുക്ക് പിന്നെ ആ കാറ് വിൽക്കണം. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാലേ എന്തായാലും ഒരു 5 കോടി കിട്ടും. 5 ഒന്നല്ല, അതിൻ്റെ മേലെ കിട്ടും. ഒരു 10 കോടിയെങ്കിലും കിട്ടും. കാരണം ഇത് സാധാരണ കാറല്ല, ഇതൊരു ഗോൾഡൻ കാറാ. എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഡീലറിനെ കിട്ടും. അയാൾക്ക് കൊണ്ടുപോയി ഈ കാറങ്ങ് വിൽക്കാം. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ സ്റ്റോറി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. Have a nice day.